വൈ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്? എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോലികൾ നോക്കണം? ഇതാണ് ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഒരുപാട് പേര് ഞാൻ ദിശ അക്കാഡമിയിലായിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള കൃത്യമായ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. സർ, പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഞാൻ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഒരു ഉത്തരം ഞാൻ ഈ വീഡിയോയിലൂടെ തരാം. ഒരിക്കലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ഒരു ഇൻഫർമേഷൻ കിട്ടും. ഒരിക്കലും നിങ്ങളുടെ ഒരു സമയം വേസ്റ്റ് ആകുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കില്ല ഈ വീഡിയോ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബുകളുടെ സാധ്യതകളും അതിലേക്കുള്ള നിങ്ങളുടെ കൃത്യമായ ഒരു പഠനവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ സാധ്യതകളെ പറ്റിയാണ്. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് സ്റ്റാഫ് സെലക്ഷൻ SSC എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് ബോഡിയെ പറ്റിയും, മറ്റൊന്ന് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനെ പറ്റിയും, പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് എക്സാമുകളെ കുറിച്ചും, അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന കുറെ അതർ എക്സാംസ്, അതായത് ഇന്റലിജൻസ് ബ്യൂറോയുടെ എക്സാംസ്, ISROയുടെ നടത്തുന്ന പരീക്ഷകൾ, എയർപോർട്ട് അതോറിറ്റിയുടെ പരീക്ഷകൾ, ഇങ്ങനെ കുറെ പരീക്ഷകളെ കുറിച്ചാണ് എനിക്ക് കൃത്യമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോക്കേണ്ടത്? അതിനുള്ള ഉത്തരം ഈ കാണുന്ന പോയിന്റുകളാണ്. നല്ല സാലറിയാണ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾ ഓഫർ ചെയ്യുന്ന, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ്. മറ്റൊന്ന് സ്റ്റാറ്റസ് ആണ്. ഒരു ജോബ് നമുക്ക് തരുന്ന സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ ജോബുകളിലൂടെയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കസ്റ്റംസ് ഓഫീസർ ആകാൻ സാധിക്കുന്നത്, ഒരു CBI ഓഫീസർ ആവാൻ സാധിക്കുന്നത്, ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓഫീസർ ആവാൻ സാധിക്കുന്നത്, ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആവാൻ സാധിക്കുന്നത്, ഒരു GST ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിക്കുന്നത് എന്നറിയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫൈലുള്ള സ്റ്റാറ്റസ് ഉള്ള ജോബുകളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഏതിലൂടെ? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾ ഓഫർ ചെയ്യുന്നു. അതുപോലെ എക്സാമിന്റെ പാറ്റേൺ, കൃത്യമായ ഒരു സിലബസോട് കൂടിയുള്ള എക്സാം പാറ്റേൺ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സാം കലണ്ടറാണ്. എല്ലാ വർഷവും കൃത്യമായ ഒരു എക്സാം കലണ്ടർ തന്നുകൊണ്ട് പറയുന്ന സമയത്ത് തന്നെ പരീക്ഷ നടത്തുകയും റിസൾട്ട് വരികയും ആളുകളെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ടൈം ടു ഗെറ്റ് ജോബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? കാരണം ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കൃത്യമായ സമയത്ത് ജോലി കിട്ടണം, അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ സമയത്തൊരു ജോലി കിട്ടുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായ കാര്യമല്ലേ? കാരണം ഇന്നൊരു എക്സാമിന് അപ്ലൈ ചെയ്തു, 3 വർഷം കഴിഞ്ഞ് പരീക്ഷ നടന്നു, എപ്പോഴെങ്കിലും നിയമനം നടക്കുന്നു എന്ന രീതിയാണെങ്കിൽ ആരെങ്കിലും ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ശ്രമിക്കുമോ? അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഈ പറഞ്ഞ ഈ പോയിന്റുകളാണ് ക്വസ്റ്റ്യൻ മാർക്കിലൂടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകളാണ്. നമുക്ക് കൃത്യമായി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി കിട്ടുന്നു, നല്ല ജോബ് സ്റ്റാറ്റസ് കിട്ടുന്നു, എക്സാം പാറ്റേൺ കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. എവറി ഇയർ നമുക്ക് എക്സാം കലണ്ടർ അവർ അനൗൺസ് ചെയ്യുന്നു. കൃത്യമായ ടൈമിൽ നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്നു. ദിശ അക്കാഡമിയിലൂടെ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ജോലിക്ക് കയറിയിട്ടുള്ളതാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രചോദനമായ ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഇൻഫർമേഷൻ അതാണ്. അവരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, ഒപ്പീനിയൻസ് ആയിട്ട് മസ്റ്റായിട്ടും നിങ്ങൾ പറയുക. അത് നമുക്ക് അടുത്ത വീഡിയോസ് ആളുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഘടകമാണ്. എന്താണ് SSC എക്സാംസ്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്? CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഉണ്ട്, അതുപോലെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ഉണ്ട്, അതുപോലെ MTS മൾട്ടിപ്പിൾ ടാസ്ക് വരുന്ന പരീക്ഷയുണ്ട്, CPO സെൻട്രൽ പോലീസ് ഓഫീസറിന്റെ എക്സാം ഉണ്ട്, SSC GD കേന്ദ്ര സേനകളിലേക്ക് നടത്തുന്ന പരീക്ഷകളുണ്ട്, സ്റ്റെനോഗ്രാഫർ പരീക്ഷയുണ്ട്, അതുപോലെ സെലക്ഷൻ പോസ്റ്റ് പരീക്ഷകളുണ്ട്. ഇതൊക്കെയാണ് എവരി ഇയർ എല്ലാ വർഷവും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള പരീക്ഷകൾ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റംസ്, ഇൻകം ടാക്സ് പോലെയുള്ള പോസ്റ്റുകളൊക്കെ വരുന്ന പരീക്ഷയാണ് CGL. എന്നാൽ പ്ലസ് ടുക്കാർ വിഷമിക്കേണ്ട, അവർക്ക് എന്തുണ്ട്? CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ MTS എന്താണ്?
മൾട്ടിപ്പിൾ ടാസ്ക് എക്സാം ആണ് എന്തെന്ന് പറയുന്നത് MTS പരീക്ഷ എന്ന് പറയുന്നത്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കുള്ള പരീക്ഷയാണ് MTS പരീക്ഷ എന്ന് പറയുന്നത്. ശരിയാണോ? CPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പോലീസ് ഓഫീസർ പരീക്ഷയാണ്. GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഡ്യൂട്ടിയാണ്. ഈ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സേനകളായതുകൊണ്ട് തന്നെ 23 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ CGL പോലുള്ള പോസ്റ്റൊക്കെ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും യങ്ങറായിട്ടുള്ള ആളുകളെയാണ് കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? അവർ പരീക്ഷയിലൂടെ ആളുകളെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ജോലികളിലേക്ക് അവർ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് യങ്ങറായിട്ടുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷകൾ എല്ലാ വർഷവും ഇതിന്റെ കലണ്ടർ വന്ന് ഈ പരീക്ഷ നടക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ പരീക്ഷകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് എഴുതുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ഇതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ SSC നടത്തുന്ന ഒരു വർഷം നടത്തുന്ന പരീക്ഷകളാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതുപോലെ തന്നെ മറ്റൊരു ബോഡിയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. റെയിൽവേയുടെ പരീക്ഷയും എല്ലാ വർഷവും നടത്തുന്ന പരീക്ഷകളാണ്. എല്ലാ വർഷവും നടത്തുന്ന പരീക്ഷ ഏതൊക്കെ പരീക്ഷയാണ്? NTPC ഒരു പരീക്ഷയാണ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി പരീക്ഷ എന്ന് പറയും. മറ്റൊരു പരീക്ഷ ഏതാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് D പരീക്ഷ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷയാണ് ഗ്രൂപ്പ് D പരീക്ഷ. മറ്റൊരു പരീക്ഷ ALP, അതായത് ലോക്കോ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ALP പരീക്ഷ. മറ്റൊരു പരീക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ ടെക്നീഷ്യൻ പരീക്ഷയാണ്. എന്താണ് പരീക്ഷ? ടെക്നീഷ്യൻ പരീക്ഷ. മറ്റൊരു പരീക്ഷ ഏതാണ്? RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ലാസ്റ്റ് പരീക്ഷ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. ഈ പരീക്ഷകളൊക്കെയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ RRB നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ. മനസ്സിലായോ നിങ്ങൾക്ക്? NTPC പരീക്ഷയ്ക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒരുപാട് പേര് റെയിൽവേ ജോലി എന്ന് പറയുമ്പോൾ ചോദിക്കും, സർ TT ആവുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു ഗൂഡ്സ് ഗാർഡ് അല്ലെങ്കിൽ ട്രെയിൻ മാനേജർ ആവുന്നത് എങ്ങനെയാണ്? ഈ പരീക്ഷകളെല്ലാം നടത്തുന്നത് NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാമിലൂടെയാണ്. കൂടാതെ ഒരുപാട് ക്ലറിക്കൽ പോസ്റ്റുകൾക്കും സെലക്ഷൻ നടക്കുന്ന എന്തിലൂടെയാണ്? NTPCയിലൂടെയാണ്. പിന്നെ വരുന്നത് ഗ്രൂപ്പ് D, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷ. ഓക്കെ, ദെൻ ALP, ലോക്കോ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ റെയിൽവേയിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിയമനം, ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസി ഓരോ വർഷവും റെയിൽവേയിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും 1 ലക്ഷത്തോളം വേക്കൻസി ഉണ്ട്. പറഞ്ഞ് മനസ്സിലായോ? SSC, CGL, MTS പരീക്ഷകളിലൂടെയൊക്കെ നല്ല ശതമാനം ആളുകളെ സെലക്ട് ചെയ്യാറുണ്ട്, GD എക്സാമുകളിലൂടെയൊക്കെ. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസി SSCയിൽ നിന്നും 1 ലക്ഷത്തോളം വേക്കൻസി റെയിൽവേയിൽ നിന്നും എവറി ഇയർ നമുക്ക് വരുന്നുണ്ട് എന്ന കൃത്യമായ ധാരണ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇത് കൂടാതെയാണ് ബാങ്കിങ് പരീക്ഷകൾ. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ പോകാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ബാങ്കുകൾ ഏതൊക്കെയാണ്. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. അവിടെയെല്ലാം ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത്? ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്, PO പോസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? സ്പെഷ്യൽ ഓഫീസർ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ എന്താണ്? ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. ബാങ്കിങ് മേഖലയിൽ ഒരു ജോലി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു അംഗീകൃതമായ ഡിഗ്രി ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ബാങ്കിങ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. ഇത് കൂടാതെ ഞാൻ പറയും IB, ഇന്റലിജൻസ് ബ്യൂറോയുടെ പരീക്ഷകളുണ്ട്, ISROയുടെ പരീക്ഷകളുണ്ട്, അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിയുടെ പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾ മാത്രം ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരീക്ഷകൾക്കെല്ലാം ഏകദേശം കോമൺ ആയ ഒരു സിലബസാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്റ്റ് ഒന്ന് മാത്സ് ആണ്, മറ്റൊന്ന് റീസണിങ് ആണ്, മറ്റൊന്ന് ഇംഗ്ലീഷ് ആണ്. നമ്മൾ PSC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 80% GKയും 20% വെയിറ്റേജ് മാത്രമാണ് മാത്സിനൊക്കെ റീസണിങ്ങും ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായി ഒരു 50%-ഓളം മാർക്ക് മാത്സ്, റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റുകൾക്കുണ്ട്. അതുപോലെ എന്തുണ്ട്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൃത്യമായ വെയിറ്റേജ് ആണ്. അപ്പോൾ കൃത്യമായ സിലബസ് ഉള്ള ഒരു എക്സാംസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ, ബാങ്കിങ്, അതുപോലെ തന്നെ അതർ എക്സാംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? ഇനി കുറേ ആളുകൾ ചോദിക്കും, എപ്പോഴാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? എപ്പോഴാണ് ഈ എക്സാം നടക്കുന്നത്? എല്ലാ വർഷവും ഈ ഒരു കൃത്യമായ ടൈം ടേബിൾ തന്നുകൊണ്ട് കൃത്യമായ സമയത്ത്, നമുക്ക് എപ്പോഴും ടൈമിന് ഭയങ്കര വാല്യൂ ഉള്ളത്. എനിക്ക് സാർ ഇത്ര സമയമേ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ,
എനിക്ക് ആ ടൈമിനുള്ളിൽ ഒരു ജോലി വേണം, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകൻ ഈ ഒരു ടൈമിനുള്ളിൽ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാം എന്ന് പറയുന്നത് SSC റെയിൽവേ ബാങ്കിങ് എക്സാംസ് ആണെന്ന് ഞാൻ പറയും. കാരണം യങ്ങർ ഏജിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ ടൈം ടേബിളോടുകൂടി പരീക്ഷ നടക്കുകയും കൃത്യമായ സമയത്ത് റിസൾട്ട് വരികയൊക്കെ ചെയ്യുന്നത് SSC റെയിൽവേ ബാങ്കിങ് എക്സാമുകൾക്ക് തന്നെയാണ്. ഇപ്പോൾ മെയിൻലി സ്റ്റാഫ് സെലക്ഷൻ ആൻഡ് ബാങ്കിങ് എക്സാംസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ തുടങ്ങണം, ഒരു ബുക്സ് മേടിച്ച് പഠിച്ചാൽ മതിയോ? ഇപ്പം നമ്മൾ PSC എക്സാംസിനൊക്കെ റാങ്ക് ഫയൽ മേടിച്ച് പഠിക്കാറുണ്ട്, അതുപോലെ ഞാനൊരു ബുക്ക് മേടിച്ചങ്ങ് പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് സെൽഫ് പ്രിപ്പറേഷൻ നടത്തിയാൽ മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതിയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ടിൽ വരാറുണ്ട്. അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ആ നിർദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ പോകുന്നത്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ പറയുന്നു, നിങ്ങൾ ആദ്യം സിലബസ് മനസ്സിലാക്കണം. എന്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും, ഏത് യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും, ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയണം. എന്താണ് പഠിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. നമുക്കുള്ളത് മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. കൃത്യമാണെന്നോ നിങ്ങൾക്ക്? ഇനി മാത്സ് ഏകദേശം 25% വെയിറ്റേജ് ഉണ്ട്, റീസണിങ്ങിനും ഏകദേശം 25% വെയിറ്റേജ് ഉണ്ട്, ഇംഗ്ലീഷിനും നമുക്ക് ഏകദേശം 25% വെയിറ്റേജ് ഉണ്ട്. ബാങ്ക് പോലുള്ള എക്സാംസിന് പ്രിലിം സെക്ഷനിൽ ജനറൽ അവയർനെസ് ഇല്ല, ഇവിടെയും ഒരു 25% വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ കൃത്യമായി ഒരു ഈക്വൽ വെയിറ്റേജ് ഈ സബ്ജക്റ്റുകൾക്കെല്ലാം ഉണ്ട്. GK മാത്രം അങ്ങ് ധാരാളം പഠിക്കുക എന്നുള്ളതല്ല, എല്ലാ ഏരിയയിലും കൃത്യമായ ഒരു വെയിറ്റേജ് ഉണ്ട്. അത് മനസ്സിലാക്കി ഈ എക്സാമിന് വേണ്ടി പഠിക്കണം. ആദ്യം എന്ത് ചെയ്യണം, എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാത്സ് പഠിക്കണം, റീസണിങ്, ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം. അതിനകത്ത് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, ജനറൽ സയൻസ് സബ്ജക്റ്റുകളെല്ലാം ഈ ജനറൽ അവയർനെസ്സിനകത്ത് വരും. കൃത്യമാണ്. അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ട സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് അടുത്ത പരിപാടി? അപ്പോൾ സിലബസ് മനസ്സിലായാൽ ആദ്യം ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യും. ബേസിക് സിലബസ് കവറപ്പ് ചെയ്യാൻ ഒരു 6 മാസം സമയം നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പം നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ 6 മാസം ഫുൾ ഡേ ക്ലാസ് വെച്ചിട്ടാണ് ഈ സിലബസ് കവറപ്പ് ചെയ്യുന്നത്. അതിനുള്ള സമയം മസ്റ്റായിട്ടും ഉണ്ടെങ്കിലേ ഈ സിലബസ് കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എല്ലാ ദിവസവും റെഗുലറായി പ്രാക്ടീസ് കൂടി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് സ്റ്റെപ്പ് അവസാനിച്ചു. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യനാ. കുറേ ആൾക്കാർ ചോദിക്കും, സാർ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. എൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക്കായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ക്ലിയറായി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പറ്റുന്ന കാര്യം മാത്രമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സാർ പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഞാൻ എപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ, ഞാൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി എപ്പോൾ ജോലി കിട്ടും? ഈ ചോദ്യമുണ്ട്. ഞാൻ പറയാം, പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ബെറ്റർ ടൈം ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ജോബിൽ പ്ലേസ്, ഒരു 20-21 വയസ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ഇനി PG ഒക്കെ ചെയ്ത് സമയമൊക്കെ കളഞ്ഞു വരാതെ ഇപ്പം തുടങ്ങുക. +2 ഒക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പം തുടങ്ങുക. നിങ്ങളുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ട് ഇപ്പോൾ 21 വയസ്സുള്ള ഒരാളാണെങ്കിൽ പഠിച്ചു തുടങ്ങിയ 2 വർഷത്തിനുള്ളിൽ അയാൾക്ക് ഒരു ജോലിക്ക് കയറാൻ പറ്റും. 23 വയസ്സുള്ള ആളാണെങ്കിൽ 25 വയസ്സാകുമ്പോൾ ഒരു ജോലിക്ക് കയറാൻ പറ്റും. അപ്പം നമുക്ക് ഏതാണ് ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇത് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ മൊമെന്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദ കീ ഫാക്ടേഴ്സ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കീ ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി നിങ്ങൾ കണ്ടന്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായ ഒരു മെന്ററിങ് സപ്പോർട്ട് ആവശ്യമാണ്. കാരണം മെന്റേഴ്സ് ഉണ്ടെങ്കിലേ നിങ്ങളെ കറക്റ്റായിട്ട് അതിലേക്ക് റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വീട്ടിലിരുന്നാൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു പാസീവ് സ്റ്റഡി മാത്രം പോരാ ഇത്തരം എക്സാംസ് ക്ലിയർ ചെയ്യാൻ, ഒരു ആക്റ്റീവ് സ്റ്റഡി വേണം. ഈ ആക്റ്റീവ് സ്റ്റഡി എവിടെ നിന്നുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അക്കാഡമികളിലൊക്കെ എത്തി അവിടെ നമ്മുടെ ഒരേ വേവ് ലെങ്തിലുള്ള ഒരു 5 പേരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒപ്പം നമുക്കൊരു കമ്പൈൻ സ്റ്റഡി നമുക്ക് നടത്താം. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ആശയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബേസിക് കവറപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഒരു പിയർ ഗ്രൂപ്പ്സ്, നമ്മൾ ആക്റ്റീവായി നിൽക്കാൻ ഒരു പിയർ ഗ്രൂപ്പ്, ഒരു കമ്പൈൻ സ്റ്റഡിക്ക് നമുക്ക് ആവശ്യമാണ്.
പിന്നെന്ത് വേണം? കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ വീട്ടിലിരിക്കുന്നു, 2 ദിവസം പഠിക്കും, ഒരു ദിവസം പഠിക്കത്തില്ല, ആ രീതി പറ്റത്തില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെന്ത് വേണം? നമ്മൾ അഥവാ ഒന്ന് ഡൗൺ ആവുമ്പോൾ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാവണം. പറഞ്ഞു മനസ്സിലായോ? പിന്നെന്ത് വേണം? നമ്മൾ എക്സാംസ് റെഗുലറായിട്ട് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് SSC അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ബാങ്കിങ്, ഞാൻ ഈ പറഞ്ഞ എക്സാമുകളുടെ കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേ ടു സക്സസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ദിശ അക്കാഡമി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കീ ഫാക്ടേഴ്സിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ദിശ അക്കാഡമി ഏറ്റവും കൂടുതൽ ഈ കീ ഫാക്ടേഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോസ്ഗാർ മേളയിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോബ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കീ ഫാക്ടേഴ്സ് ദിശ അക്കാഡമി ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഇതുപോലെ ഒരുപാട് ഈ കാണുന്നത് പോലെയുള്ള ഒരുപാട് പേരെ അവരുടെ സർവീസിലേക്ക് എത്തിക്കാനായിട്ട് യങ്ങർ ഏജ് ഉള്ള ആളുകളെ അവരെ സർവീസിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇത് കൂടാതെ എക്സ്-ആർമി ആളുകളൊക്കെ ഉണ്ട്, അവരെ ഒരു ആർമി ജോബ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ അവരുടെ സർവീസിലേക്ക് യങ്ങർ ഏജിൽ എത്തിക്കാൻ സാധിച്ചത് ഈ കീ ഫാക്ടേഴ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ദിശ അക്കാഡമി ഈ വർഷവും പുതിയ ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ്റെ റെഗുലർ ബാച്ച് ഈ 15th മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെഗുലർ ബാച്ച് ജോയിൻ ചെയ്ത് ഓൺലൈനിലൂടെ പഠിക്കാം. നിങ്ങൾ കേരളത്തിനകത്തോ വെളിയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടോടുകൂടി, ടെക്സ്റ്റ് ബുക്കുകളോടുകൂടി, മോക്ക് എക്സാംസോടുകൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കണം, എനിക്ക് അക്കാഡമിയിൽ പോയി ഇരുന്ന് പഠിച്ചെങ്കിലേ മനസ്സിലാവൂവെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കാലിക്കറ്റ് ഈ പ്ലേസുകളിലെല്ലാം ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ കേരളത്തിൽ 5 പ്ലേസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെറ്റീരിയലുകൾ, കരിക്കുലം, അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ട്, ബെസ്റ്റ് ഫാക്കൽറ്റി ടീം ഇവയെല്ലാം അവൈലബിൾ ആണ്. ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായ കൗൺസിലിംഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഞാൻ പറഞ്ഞതുപോലെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.